മറിയത്തിന്റെ പങ്ക് വളരെ അപൂർവവും ആഴമാർന്നതുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിലുടനീളം കൃപയോടൊപ്പം സഹനവും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള സമർപ്പണമായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തന്നെ പൂർണ്ണമായി ദൈവഹിതത്തിനായി സമർപ്പിച്ചു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറപ്പെടുവാൻ തന്റെ പുത്രന്റെ പുറകെ മൗനമായി സഞ്ചരിച്ച അമ്മ വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും ഒരു പ്രതീകമായി നമുക്ക് മുന്നിലുണ്ട്. ഒന്നാം ഹൗവ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന ലംഘിച്ച് പിതാവായ ദൈവത്തിന്റെ പദ്ധതി തകർത്തപ്പോൾ രണ്ടാം ഹൗവയായ പരിശുദ്ധ മറിയത്തിലൂടെ പിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ വചന കേൾവിയുള്ളവളായിരുന്നു. വചനത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചു. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഗബ്രിയേൽ ദൂതനെ കണ്ടപ്പോൾ അത് മാലാഖയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അത്രത്തോളം വചനം അമ്മയിൽ ആഴത്തിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ വചനത്തിൽ വിശ്വസിച്ചു. ബുദ്ധിക്കപ്പുറം വചനത്തെ വിശ്വസിച്ച അമ്മ മംഗളവാർത്ത ശ്രവിച്ചതു മുതൽ ഗാൽഗുൽത്ത വരെ തന്റെ അരുമസുതന്റെ നിഴലായി അമ്മയുണ്ടായിരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ചിന്നിച്ചിതറിയ ശിഷ്യഗണത്തെ ഒരുമിച്ച് കൂട്ടി തന്റെ പുത്രന്റെ ശരീരമാകുന്ന സഭാ സമൂഹത്തെ പണിതുയർത്തുവാൻ അമ്മയുണ്ടായിരുന്നു. ഒരു മാതാവായി മാത്രമല്ല, ഒരു സഹയാത്രികയായി, ശിഷ്യയായി, ദൈവദൗത്യത്തിന് സജീവമായ പങ്കാളിയായി. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിലും അനുസരണം, വിശുദ്ധി, താഴ്മ ഇവ പകർത്താം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.